ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ അൽ ഖോബാറിലെ ഫിലിപ്പിനോ മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റ് ഖോബാറിലെ ഒരു എടുത്തു പറയേണ്ട സ്ഥലമാണ്. അതായത് ഈ മാർക്കറ്റിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതിവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, ഫിലിപ്പിനോസ്, ബംഗ്ലാദേശികൾ, ആഫ്രിക്കക്കാർ, ഈജിപ്ഷ്യൻസ്, പിന്നെ ഇവിടുത്തെ തദ്ദേശീയർ, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ രാജ്യക്കാരും വന്ന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നൊരു മാർക്കറ്റാണിത്. ഈ മാർക്കറ്റ് അത്യാവശ്യം ഒരു 3-4 കിലോമീറ്റർ ഏരിയ സറൗണ്ടിൽ സ്ഥിതി ചെയ്യുന്നൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇങ്ങനെ ഒരു ഗേറ്റിൻ്റെ മുന്നിൽ നിന്നാണ് ഈ ഖോബാർ ഫിലിപ്പിനോ മാർക്കറ്റ് തുടങ്ങുന്നത്. ഇത് ഒരു എൻട്രൻസ് ആണ്. ഇതുപോലെ തന്നെ വേറെ 2-3 എൻട്രൻസുകളുണ്ട്. ഈ മുന്നിൽ നേരെ കാണുന്ന വഴി, അതുപോലെ 4-5 വഴികൾ ഓരോ സ്ഥലത്തും ഉണ്ട്. ഇത് ഇങ്ങോട്ടുള്ള റോഡാണ്. ഇങ്ങോട്ട് റോഡ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതും ഇടത്തോട്ട് തിരിയുന്ന ഒരു റോഡ് പോകുന്നുണ്ട്. അതുപോലെ ഇത് മുന്നിലുള്ള നേരിട്ടുള്ള വഴി. ഇതിൻ്റെ ചുറ്റിലൊക്കെ കടകളാണ്. ഇത് ഈ ഖോബാർ ഫിലിപ്പിനോ മാർക്കറ്റിൻ്റെ ഒരു സൈഡിലെ ഒരു ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കത്തിൽ അതിനിടയ്ക്ക് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു കഫറ്റേരിയ, രണ്ട് സൈഡിലും ഷോപ്പുകളാണ്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കടകളാണ്. ഈ ഭാഗത്തൊക്കെ തുടങ്ങുന്നത് ഇവിടെ നിറച്ച് മൊബൈൽ സ്റ്റോറുകളാണ്. ഈ മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്ത് ഏകദേശം ഒരു ലൈന് മുഴുവനായിട്ട് മൊബൈൽ സ്റ്റോറുകളാണ്. ഈ ലൈൻ മൊത്തം മൊബൈൽ സ്റ്റോറുകളാണ്. അതായത് മൊബൈലിൻ്റെ റിപ്പയർ, പുതിയ മൊബൈലുകൾ കിട്ടുന്ന സ്ഥലം, അതുപോലെ അതിൻ്റെ ആക്സസറീസ്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ഈ ലൈന് മൊത്തം. ഇവിടങ്ങളിലൊക്കെ രണ്ട് വശങ്ങളിലൊക്കെ കടകളാണ്. കൂടുതലും മൊബൈൽ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സൈഡിലൊക്കെ ഫുട്വെയർ, ക്ലോത്ത്സ്, അങ്ങനെയൊക്കെയാണ്. ഈ ഭാഗമൊക്കെ ഇതെല്ലാം മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട ഷോപ്പുകളാണ്. ഇത് ചെറിയ ഒരു ഗലിയാണ് ഇവിടുത്തെ. ഇവിടെയൊക്കെ തുണികളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചെറിയ ചന്തകളൊക്കെ പോലെ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ ഇപ്പോൾ ചൂടായതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് ഒക്കെ ആക്റ്റീവ് ആവുന്നത്. ഈ മാർക്കറ്റിന് ബംഗാളി മാർക്കറ്റ് എന്നും പേരുണ്ട്, ഫിലിപ്പിനോ മാർക്കറ്റ് എന്നും പേരുണ്ട്. പക്ഷെ ഇത് കൂടുതൽ അറിയപ്പെടുന്നത് ഫിലിപ്പിനോ മാർക്കറ്റ് എന്നുള്ളതാണ്. ഇതിങ്ങനെ ഒരു റോഡാണ്. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വേറൊരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ ഇതുപോലെ തന്നെ നിറയെ ഷോപ്പുകളാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ആളുകൾക്ക് നടക്കാനുള്ള വഴികളൊക്കെ ഇട്ടുണ്ട്. ആ വഴിയിൽ രണ്ട് സൈഡിലുമായിട്ട് കടകളും ആണ്. ഇവിടേക്ക് ഈ വഴിയിലേക്ക് ഇവരുടെ ഡിസ്പ്ലേ റാക്കുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ തുണികളാണ് കൂടുതലായിട്ട്, തുണികളുടെ ഷോപ്പാണ്. കോഴിക്കോട് മിഠായി തെരുവിൻ്റെ ഒക്കെ പോലെ തന്നെ വേറൊരു ഇവിടെ ചെറിയ
റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം വഴിയിലേക്ക് ഇറക്കിയിട്ടാണ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതൊക്കെ. പക്ഷെ ഇവിടെ ഒന്നും വണ്ടികളൊന്നും വരാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതിനിടയ്ക്കൊക്കെ ഓരോ സ്ട്രീറ്റ് കടന്നു പോകുന്നുണ്ട്. ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ അടുത്ത ലൈനിലേക്ക് പോകുന്നത്. അവിടെയൊക്കെ ആ ലൈനുകളിലൊക്കെ ഇതുപോലെ സ്റ്റോറുകളാണ്, ഇഷ്ടംപോലെ സ്റ്റോറുകളുണ്ട്. ഇവിടെ എല്ലാം കൂടുതലായിട്ട് മൊബൈൽ സ്റ്റോറുകൾ തന്നെയാണ്. ഈ മുന്നിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്, ഇത് റഹ്മാനിയ മാൾ എന്നാണ് പറയുക. ഇതിൽ കൂടുതലായിട്ടും ഫിലിപ്പീനുകളുടെ സ്റ്റോറുകൾ മാത്രമാണ്. ഇതാണ് റഹ്മാനിയ എന്ന് പറഞ്ഞ ആ മാളിനകത്തുള്ള കാഴ്ചകൾ. ഇവിടെ കൂടുതലായിട്ടും ഫിലിപ്പിനോസ് തന്നെയാണ്. ഇതിനകത്തും കൂടുതലായിട്ട് താഴത്തെ ഫ്ലോറിലൊക്കെ ഫുട്വെയർ, ജ്വല്ലറി, മൊബൈൽ സ്റ്റോറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഡ്രസ്സിൻ്റെ സ്റ്റോറുകളാണ് കൂടുതൽ.
മാളിൻ്റെ ഒരു സൈഡിൽ മൊത്തം ഫുഡ് കോർട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ ഫുഡ് കോർട്ട്, ഷോപ്പുകൾ, ഫുഡ് കോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഹായ്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്റ്റോറുകളുണ്ട്. ഇതെല്ലാം ഫിലിപ്പിനോസിൻ്റെ ഫുഡുകളാണ് ഇവിടെയൊക്കെ സെർവ് ചെയ്യുന്നത്. ഇവിടെ ബാച്ചിലേഴ്സിൻ്റെ ഡൈനിങ് ആണത്. നേരെ ഓപ്പോസിറ്റ് ഫാമിലി ഡൈനിങ് ഉണ്ട്. ഇത് ഒരു ചൈനീസ് ഫുഡ് കിട്ടുന്നൊരു ചെറിയൊരു സ്റ്റോളാണ്. ഇവിടെ നമ്മൾ കാണുന്ന ആളുകളൊക്കെ കൂടുതലും ഫിലിപ്പിനോസാണ്. ഇവിടെ ഡൈനിങ്ങിൽ ഇവിടെയൊക്കെ ഇരിക്കുന്നവരൊക്കെ ഫിലിപ്പിനോസാണ്. هو المهاجم اللي توه جاء طالع افضل لاعب، شفت اللي يحجز اللي يجلس على الكرسي.